എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മൈമൂന. ഞാൻ നജീബ. പരിശുദ്ധ ഖുർആനിലെ 219 പേജ് സൂറത്ത് യൂനുസിൽ നിന്നും 89 മുതൽ 97 വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال قد أجيبت دعوتكما فاستقيما ولا تتبعان سبيل الذين لا يعلمون. അവൻ പറഞ്ഞു, നിങ്ങൾ രണ്ടാളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ രണ്ടുപേരും ചൊവ്വിന് നിലകൊള്ളുവിൻ. അറിഞ്ഞുകൂടാത്തവരുടെ മാർഗത്തെ നിശ്ചയമായും നിങ്ങൾ രണ്ടാളും പിൻപറ്റുകയും ചെയ്യരുത്. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. ഇസ്രായേൽ സന്തതികളെ നാം സമുദ്രം കടത്തിവിട്ടു. അപ്പോൾ ഫിറഔനും അവന്റെ സൈന്യങ്ങളും ധിക്കാരവും അതിക്രമവുമായി അവരെ പിന്തുടർന്നു ചെന്നു. അങ്ങനെ മുങ്ങിമരണം അവന് പിടിപെട്ടപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേൽ സന്തതികൾ യാതൊരുവനിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അവനല്ലാതെ ഒരു ആരാധ്യനുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനുമാകുന്നു. അവനോട് പറയപ്പെട്ടു, ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? മുമ്പ് നീ അനുസരണക്കേട് കാണിക്കയുണ്ടായി. നീ നാശകാരികളിൽ പെട്ടവനുമായിരുന്നു എന്നിരിക്കെ. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. ഇന്ന് നിന്നെ നിന്റെ ശരീരം മുഖേന നാം രക്ഷപ്പെടുത്തുന്നു. നിന്റെ പിന്നിലുള്ളവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുവാൻ വേണ്ടി. മനുഷ്യരിൽ വളരെ ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധർ തന്നെ. وَلَقَدْ بَوَّأْنَا بَنِي إِسْرَائِيلَ مُبَوَّأَ صِدْقٍ وَرَزَقْنَاهُم مِّنَ الطَّيِّبَاتِ فَمَا اخْتَلَفُوا حَتَّى جَاءَهُمُ الْعِلْمُ إِنَّ رَبَّكَ يَقْضِي بَيْنَهُمْ يَوْمَ الْقِيَامَةِ فِيمَا كَانُوا فِيهِ يَخْتَلِفُونَ. തീർച്ചയായും ഇസ്രായേൽ സന്തതികളെ സത്യത്തിന്റെ ഒരു സങ്കേതത്തിൽ നാം ഇറക്കിക്കൊടുക്കുകയുണ്ടായി. വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ആഹാരം നൽകുകയും ചെയ്തു. എന്നാൽ അവർക്ക് അറിവ് വന്നെത്തിയതുവരെയും അവർ ഭിന്നിച്ചില്ല. നിശ്ചയമായും അവർ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്റെ റബ്ബ് ഖിയാമത്ത് നാളിൽ അവർക്കിടയിൽ തീരുമാനമെടുക്കുന്നതാണ്. وَإِن كُنتَ فِي شَكٍّ مِّمَّا أَنزَلْنَا إِلَيْكَ فَاسْأَلِ الَّذِينَ يَقْرَؤُونَ الْكِتَابَ مِن قَبْلِكَ لَقَدْ جَاءَكَ الْحَقُّ مِن رَّبِّكَ فَلَا تَكُونَنَّ مِنَ الْمُمْتَرِينَ. ഇനി നിനക്ക് നാം അവതരിപ്പിച്ചതിനെ കുറിച്ച് നീ വല്ല സംശയത്തിലുമാണെങ്കിൽ നിന്റെ മുമ്പേ ഗ്രന്ഥം വായിച്ചു വരുന്നവരോട് നീ ചോദിച്ചു നോക്കുക. തീർച്ചയായും നിന്റെ റബ്ബിങ്കൽ നിന്ന് നിനക്ക് യഥാർത്ഥം വന്നിട്ടുണ്ട്. ആകയാൽ നിശ്ചയമായും നീ സന്ദേഹപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കരുത്.
ولا تكونن من الذين كذبوا بآيات الله فتكون من الخاسرين. അള്ളാഹുവിന്റെ ആയത്തുകളെ വ്യാജമാക്കുന്നവരുടെ കൂട്ടത്തിലും നിശ്ചയമായും നീ ആയിരിക്കരുത്, എന്നാൽ നീ നഷ്ടപ്പെട്ടവരിൽ പെട്ടവനായിത്തീരും. ഇന്നല്ലദീന ഹഖ്ഖത് അലൈഹിം കലിമതു റബ്ബിക ലാ യുഅ്മിനൂൻ. നിശ്ചയമായും യാതൊരുവരുടെ മേൽ നിന്റെ റബ്ബിന്റെ വാക്യം യഥാർത്ഥമായിരിക്കുന്നുവോ അവർ വിശ്വസിക്കുകയില്ല. വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗൽ അലാബൽ അലീം. എല്ലാ ദൃഷ്ടാന്തവും അവർക്ക് വന്നെത്തിയാലും ശരി, വേദനയേറിയ ശിക്ഷയെ അവർ കാണുന്നതുവരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.